ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഉഗ്രൻ ഞണ്ട് കറിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വർഷം ഞണ്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കിട്ടിയത് തന്നെ അധികം വലിയ ഞണ്ടൊന്നുമല്ല, ഒരു ചെറിയ ഇടത്തരം ഞണ്ടാണ് കേട്ടോ. അപ്പോൾ ഞണ്ട് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം നന്നായിട്ടൊന്ന് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അതിൻ്റെ കാലും അതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അതിൻ്റെ ചെറിയ കാലുകളൊക്കെ ഒന്ന് ഒടിച്ചു കൊടുത്തു. അങ്ങനെ ചെറിയ കാല് എടുക്കുന്നവർക്ക് എടുക്കാം, അല്ലെങ്കിൽ ആ വലിയ 2 കാല് മാത്രം എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ വലുതിൻ്റെ മാത്രം കൂട്ടത്തിൽ ഒരെണ്ണം വലുതുണ്ടായിരുന്നു, അതിൻ്റെ മാത്രം സൈഡിലെ കാലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞണ്ടല്ല എപ്പോഴും കിട്ടുന്നതും അല്ല, പിന്നെ നല്ല ടേസ്റ്റിയാണ്, അതേപോലെ നല്ല ഹെൽത്തി ആണല്ലോ ഞണ്ട് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഞണ്ടൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് അവരാണ് വീഡിയോ പിടിക്കാനൊക്കെ സഹായിച്ചത്. അപ്പോൾ 1 കിലോ ഞണ്ടായിരുന്നു, അതിൽ തന്നെ ഒരു 3 തരം ഞണ്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പുള്ളിഞ്ഞണ്ട്, പിന്നെ അതിൻ്റെ തൊണ്ടിൻ്റെ പുറത്ത് 2 കണ്ണുള്ള ഒരു ഞണ്ട്, പിന്നെ അതുകൂടാതെ കാൽഭാഗത്തേക്ക് ഒരു റെഡ് പുള്ളി വരുന്ന ഞണ്ട്. അങ്ങനെ 3 ടൈപ്പ് ഞണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞണ്ടൊക്കെ ഒന്ന് നന്നായി വെട്ടി കഴുകിയെടുത്തു. ഞണ്ട് ക്ലീൻ ചെയ്യാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. പിന്നെ ഞണ്ട് അധിക സമയം വെള്ളത്തിലിട്ട് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാംസമൊക്കെ ഇളകി പോകുന്നു. അപ്പോൾ ഇത് കുഞ്ഞു ഞണ്ടാണ്, അത്യാവശ്യം മാംസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ, കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് കേട്ടോ ഞണ്ട് വെട്ടാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഇതാ ഞണ്ടൊക്കെ വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂണ് ഉലുവ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉലുവ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത്, അധികം ഗോൾഡൻ കളർ ആവണ്ട, ഒന്ന് ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു 1/4 വേവാവുന്ന സമയത്ത് ഞാനതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് സവാളയൊക്കെ ഒന്ന് വഴണ്ടു. പിന്നെ നമ്മുടെ ഉലുവ പൊട്ടിച്ചതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഇളക്കി ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് തക്കാളിയും നമ്മുടെ പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടംപുളി വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തതായതുകൊണ്ട് ഞാനധികം വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു. അപ്പോൾ പൊന്നു പറഞ്ഞു, ഞാൻ കറി വെക്കാൻ ഞാൻ സഹായിക്കട്ടെ, ഇതൊക്കെ ഒന്ന് ഞാൻ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവളെ ഞാനൊന്ന് എന്നാൽ പിന്നെ അവൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. അടുത്ത് തന്നെ നിന്നു അവളെ ഒന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ മോനോട്ടനൊരാഗ്രഹം, മോനുവിന് ബാക്കി മസാലകളും ഉപ്പൊക്കെ ചേർക്കണം, ഞണ്ട് ചേർക്കണം. പൊന്നു മാത്രം എങ്ങനെയാണ് ചെയ്തേ, എന്നെയും കൊണ്ടും ചെയ്യിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവനും കേട്ടോ. എന്നാൽ പിന്നെ അവനും ഇടട്ടെ, കുക്കിങ്ങൊക്കെ അവരും പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് തന്നെ അതൊന്ന് മാറ്റിയ എണ്ണയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. മസാലകളൊക്കെ ചേർത്തത് മോനായിരുന്നേ. അങ്ങനെ പൊന്നു അതൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് മസാലയും ഉപ്പും ഒക്കെ ഒന്ന് ലെവലാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അതൊന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ സമയത്ത് കുരുമുളക് പൊടി ചേർക്കുന്നവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ പിള്ളേർക്കൊക്കെ എരിവാവണ്ടെന്ന് ഓർത്തിട്ട് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒഴിച്ച ചാറൊക്കെ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ചാറൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഞണ്ടും കൂടെ ചേർത്ത് കൊടുത്തു. ഞണ്ട് ചേർത്ത് നന്നായി ഒന്ന് തിള വന്നതിന് ശേഷം അതൊന്ന് അടച്ച് ചെറിയ സിമ്മിലിട്ട് വേവിച്ചെടുത്തു കേട്ടോ. ഞണ്ടിന് നല്ല വേവുള്ള സാധനമാണല്ലോ, അപ്പോൾ നന്നായിട്ടൊന്ന് വേവ് വേണ്ടി സിമ്മിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞണ്ടൊക്കെ ഒന്ന് നന്നായി വേവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് പൊന്നും മോനോട്ടനും ഡാർക്ക് ഫാൻറ്റസി എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ വിശക്കുകയാണ്, പണിയൊക്കെ എടുത്ത് സഹായിച്ചതില്ലേ, ഡാർക്ക് ഫാൻറ്റസി തിന്നട്ടെ എന്നും പറഞ്ഞിട്ട് 2 പേരും എടുത്തിട്ട് വന്നപ്പോൾ 2 പേരും ഓരോന്ന് എനിക്കും തന്നു കേട്ടോ.
അങ്ങനെ എൻ്റെത് ഞാൻ അവിടെ മാറ്റി വെച്ചു, അവരത് അവരവിടെ നിന്ന് കഴിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി വെള്ളമൊക്കെ കുറുകി ചാറൊക്കെ കുറുകി റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കി കൊടുക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.